ഇനി ബംഗാളിലേക്കാണ്. അവിടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പശ്ചിമബംഗാളിൽ വനിതാ സംവരണം ആയുധമാക്കുന്ന മുന്നണികൾ എന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ നേരത്തെ വന്നതാണ്. ബംഗാളിലെ പെൺമക്കൾ MLA-മാരും MP-മാരുമാകാൻ തൃണമൂൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം. BJPക്ക് പരാജയ ഭയമെന്നാണ് മമതാ ബാനർജി പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണത്തോട് വിമർശനാത്മകമായി തന്നെ പ്രതികരിക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കെ വാശിയേറിയ പ്രചാരണമാണ് ബംഗാളിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരാണ് BJP പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. വനിതാ സംവരണ വിഷയം കൃത്യമായി പ്രചരണായുധമാക്കാനാണ് BJP നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് റാലിയിലടക്കം വനിതാ സംവരണ വിഷയം ഉയർത്തി പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചു. मतलब कि पक्के विश्वास से कह रहा हूं, इस बार सरकार भारी बहुमत से बीजेपी की सरकार बनने वाली है. അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട്, കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം അടക്കം ഉയർത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. ഏപ്രിൽ 23 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 152 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.